എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു മുതിര ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം, ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. മുതിര ഇങ്ങനെ പൊട്ടാൻ തുടങ്ങില്ലേ വറുക്കുമ്പോൾ. ഒന്ന് വറുത്തെടുക്കാം. മുതിര കണ്ടോ, ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപോലെ വറക്കാൻ പറ്റില്ല. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് വറ്റൽമുളകൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണേ. അതൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളക് വറുക്കാനുള്ള എണ്ണ എനിക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് കാശ്മീരി മുളകാട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവുള്ള മുളക് വേണമെങ്കിലും എടുക്കാം. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഒരു പുളിക്കനുസരിച്ചിട്ട് ചെറിയൊരു അരിനെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. പിന്നെ ചെറിയ ഉള്ളി ഒരു 2-3 ചേർക്കുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. അതിലേക്ക് പിന്നെ ഒരു 2-3 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കണം. ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി, ചെറിയ തേങ്ങ 1/4 കപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരക്കണേ. ചമ്മന്തി കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ കുറച്ച് തരിപ്പായിട്ട് അരക്കണം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് ചമ്മന്തി. സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിപ്പിക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാനായിരിക്കും. താങ്ക് യു.